മധ്യപ്രദേശിലെ ജബൽപൂരിൽ 5 അംഗ സംഘം ബാങ്ക് കൊള്ളയടിച്ചു. 14 കിലോ സ്വർണവും 5 ലക്ഷം രൂപയുമാണ് ഇവർ കവർന്നത്. ഗിട്ടോള ഗ്രാമത്തിലുള്ള ഇസാബ് സ്മോൾ ഫൈനാൻസ് ബാങ്കിലാണ് ഇന്നലെ രാവിലെ കൊള്ള നടന്നത്. ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് സ്വർണവും പണവും തട്ടിയെടുത്തത്. ദൃശ്യങ്ങൾ മധ്യപ്രദേശിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് 5 അംഗ സംഘം ബാങ്ക് കൊള്ളയടിക്കുന്നത്. 14 കിലോ സ്വർണവും 5 ലക്ഷം രൂപയും കവർന്നു. പോലീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഗിട്ടോളയിലെ ഇസാബ് സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ഇന്നലെ രാവിലെയായിരുന്നു കൊള്ള നടന്നത്. തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് സ്വർണവും പണവും കവർന്നെടുത്തത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഈ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഈ സംഘത്തെക്കുറിച്ച് യാതൊരുവിധ സൂചനയും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ഇവർ ആളെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടി 5 പേരും ഹെൽമെറ്റ് ധരിച്ചാണ് എത്തിയത്. ആ 5 അംഗ സംഘം ഉണ്ടായിരുന്നു. അതിൽ 3 പേരാണ് ബാങ്കിനകത്തേക്ക് കയറി ഈ മോഷണം നടത്തുന്നത്. 2 പേർ പുറത്ത് വാഹനത്തിൽ ബൈക്കിൽ തന്നെ ഇരിക്കുകയായിരുന്നു. 20 മിനിറ്റ് കൊണ്ട് ഈ കവർച്ച നടത്തി 3 അംഗ സംഘം പുറത്തേക്ക് ഇറങ്ങി. ഈ ബൈക്കിൽ തന്നെ ഇവർ രക്ഷപ്പെട്ടു പോയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. എല്ലാവരും ഹെൽമെറ്റ് ധരിച്ചിരുന്നു. അതുകൊണ്ട് ഈ 5 അംഗ സംഘം ആരാണെന്നോ എവിടേക്ക് പോയി എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിട്ടില്ല. മാത്രമല്ല, ഈ ബാങ്കിന്റെ ശാഖയിൽ, ഇസാബ് സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ ഈ പറഞ്ഞ ശാഖയിൽ സെക്യൂരിറ്റി ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് വലിയൊരു സുരക്ഷാ വീഴ്ചയായിട്ടടക്കം കണക്കാക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ മുൻവശത്തെ ഗേറ്റ് വഴി ഈ കവർച്ച നടത്തിയ കൊള്ളസംഘത്തിനകത്തേക്ക് കയറി 20 മിനിറ്റ് നേരം കൊണ്ട് മുഴുവൻ കവർച്ചയും, അതായത് ഈ ജീവനക്കാരെ തന്നെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി അവർ തന്നെ സ്വർണവും പണവും എടുത്തു നൽകുന്ന ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ എമർജൻസി അലാറം ഈ ജീവനക്കാർ അമർത്തിയെങ്കിലും പിന്നീട് തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയപ്പോൾ വഴങ്ങി കൊടുക്കേണ്ടി വന്നു എന്നുള്ള കാര്യം കൂടിയാണ് പോലീസിനോട് ഈ ജീവനക്കാരെല്ലാവരും മൊഴി നൽകിയിരിക്കുന്നതും. രാവിലെ 9 മണിയോടുകൂടി ഇവർ എത്തി, ജീവനക്കാരെത്തി ബാങ്ക് തുറന്ന് സാധാരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനിടയിലാണ് ഈ കവർച്ചാ സംഘം അവിടേക്ക് എത്തുന്നത്. പ്രതികരിക്കാൻ പോലും ഉണ്ടായിരുന്ന ഒരു സമയം പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി മൊഴിയിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബാങ്കിന്റെ ജീവനക്കാരിൽ ആരെങ്കിലും നിന്നും അല്ലെങ്കിൽ ബാങ്കിനകത്ത് തന്നെ ഉണ്ടായിരുന്ന ആരെങ്കിലും നിന്നും സഹായം ഈ കൊള്ള സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ, ഒരു ഇൻസൈഡർ ഈ കവർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടോ, അയാളുടെ പങ്ക് കൂടിയാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നതും. ആ ഒരു ആംഗിൾ കൂടി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഫോറൻസിക് വിഭാഗം വന്ന് ബാങ്കിനകത്തെ ഈ വിരലടയാളങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളെല്ലാം പോലീസിന് കൈമാറിയിരിക്കുന്നു. അതുകൂടി പരിശോധിച്ച് ഈ കൊള്ളസംഘം രക്ഷപ്പെട്ട വഴി അത് മനസ്സിലാക്കി ഒരു വലിയൊരു അന്വേഷണം തന്നെയാണ് ജബൽപൂർ ജില്ല കേന്ദ്രീകരിച്ച് ആകെ വലിയ രീതിയിലുള്ള മാൻഹണ്ടാണ് ഈ 5 അംഗ സംഘത്തിന് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പിടികൂടാൻ സാധിച്ചിട്ടില്ല.